അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് യാണും ഹൂക്കും എങ്ങനെ ഹോൾഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഭയങ്കര ബേസിക് തൊട്ടിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിന് മുന്നേ നമുക്ക് യാണിൻ്റെ 2 പോർഷൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അത്രക്കും ബേസിക്സ് ആയിക്കൊണ്ട് തീരെ അറിയാത്തവർക്ക് പോലും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ട് ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. അപ്പം ഞാൻ എന്തെങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ യാണ് വെച്ചിട്ട് തുടങ്ങാം. യാണ് വെച്ചിട്ട് യാണിൽ ഞാൻ 2 പോർഷൻസാണ് പറഞ്ഞിരുന്നത്. നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓരോ പറയുന്ന പാർട്ടും നിങ്ങൾ ആ ഒരു ടേം വെച്ചിട്ട് തന്നെ ശ്രദ്ധിക്കുക. എന്നാൽ പിന്നെ ഞാൻ ബാക്കിയുള്ള ഓരോ സംഭവങ്ങൾ പറഞ്ഞു തരുമ്പം ഈ ടേം യൂസ് ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഭയങ്കര സിമ്പിളാണ്. ആകെ 2 പാർട്ടാണ് ഈ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാ, നമുക്ക് യാണിന്ന് ഫസ്റ്റിൽ തന്നെ കിട്ടുന്ന ഇങ്ങനത്തെ ഒരു പോർഷൻസാണ്. ഈ ഒരു പോർഷനെ ടൈലൻഡ് എന്നാണ് വിളിക്കുന്നത്. ടൈലൻഡ് ഈ ഒരു പോർഷന്. ഈ പോർഷൻ എടുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ടെല്ലാം എത്തുന്ന ടൈം ബാക്കി വരുന്ന ഈ ആണില്ലേ, ഈ ആണ് നമുക്ക് ഇടുന്ന കിട്ടുന്ന ഈ ഒരു ബോൾ, അതായത് ഈ ഒരു യാൺ ബോളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പം ഈ ബാക്കി വരുന്ന പോർഷൻസിന് നമ്മൾ വർക്കിംഗ് ആണെന്ന് പറയുക. വർക്കിംഗ് ആണ്. ആൻഡ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ടൈലൻഡ്. ഈ 2 പാർട്ടാണ് നമ്മൾ യാണിനെ കുറിച്ചിട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ബാക്കിയുള്ള ഹൂക്കിൻ്റെ പോർഷൻ പറഞ്ഞുതരാം. ഇത് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്നത് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടി എളുപ്പമാവും. ബാക്കിയുള്ള ഓരോ സംഭവങ്ങൾ പറഞ്ഞു തരുമ്പം കുറച്ചും കൂടി എളുപ്പമാവും. ഇനി ഈ ഒരു നമുക്ക് ഹൂക്കിൻ്റെ എന്തെല്ലാം പോർഷൻ ഉണ്ടെന്ന് പഠിക്കാം. അപ്പോൾ ഒന്ന് ഫസ്റ്റായിട്ട് ഇതാ, ഈ ഒരു ഹാൻഡിൽ ഇവിടെ തൊട്ടിട്ട് ഇവിടുത്തെ വരെ ഇല്ല ഒരു ഹാൻഡിലായിട്ടാണ് പഠിക്കുന്നത്. ഈ ഒരു പോർഷൻ ഹാൻഡിൽ. അതിന് നെക്സ്റ്റ് വേറൊരു പോർഷൻ നമുക്ക് പഠിക്കാം. അതാണ് ഇത് ഹൂക്ക. ഇതാണ് നമ്മളെ ഹൂക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ഹൂക്ക് ഇത് നമുക്ക് ഹൂക്ക് പോർഷൻ എന്ന് വിളിക്കാം. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിനെ നമുക്കൊരു ബാക്ക് പോർഷൻ എന്നുമായിട്ട് വിളിക്കാം. ഇത് ഇങ്ങനെ തന്നെ ആയിട്ട് ടേം ഉള്ളതല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രക്കും ഡീറ്റെയിൽഡായിട്ട് ഇങ്ങനെ ഒരു പേരിട്ടിട്ട് പറഞ്ഞിരുന്നത്. അതായത് ഇത് ഹൂക്ക് പോർഷൻ, ഇതതിൻ്റെ ഒരു സൈഡ് പോർഷനാണ് വരുന്നത്. പിന്നെ ബാക്ക് പോർഷൻ. അപ്പം ഈ ഒരു സംഭവമാണ് നമുക്ക് ഹോൾഡ് ചെയ്യുന്നതിന് മുന്നേ പഠിക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ഹോൾഡിങ്ങിലേക്ക് പോകാം. അങ്ങനെ ഹോൾഡ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. നമുക്ക് ഫസ്റ്റിൽ തന്നെ യാണ് ഹോൾഡ് ചെയ്യുന്നത് പഠിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ടൈലൻഡ്, ബാക്കി കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നാൽ ഇത് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ടൈലൻഡ് ഇതെങ്ങനെയാണ് പിടിക്കലെന്ന്, എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഓപ്പൺ ആക്കിയിട്ട് ഈ 4 ഫിംഗേഴ്സിൽ ഇങ്ങനെ ഒന്ന് വെച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്ന് വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 ഫിംഗേഴ്സ് ചെറുതായിട്ടൊന്നിങ്ങനെ മടക്കാന്ന് വെച്ചാൽ ഭയങ്കര ഇങ്ങനെ ടൈറ്റിൽ പിടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഈ ആണിനെ ഹോൾഡ് ചെയ്യുന്ന പോലെ ചെറുതായിട്ടുള്ള രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. പിന്നെ ഈ തേർഡ് ഫിംഗർ അതേപോലെ തന്നെ വിടുക. ആൻഡ് ഈ 4th ഫിംഗർ നമ്മൾ ചൂണ്ട വിരൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിലേക്ക് കൂടി ഇങ്ങനെ താഴേക്ക് ഇടുക. ഓക്കെ, താഴേക്ക് ഇട്ടതിന് ശേഷം എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഈ ആണിനെ എടുത്തിട്ട് നമ്മൾ ചൂണ്ട വിരലിൻ്റെ ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മിഡിൽ ഫിംഗറും ഈ തം ഫിംഗറും ഈ ആണിന് ഇങ്ങനെ പിടിക്കേണ്ടി വരും. അത് ബാക്കിയുള്ള ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ബാക്കി എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പം ഈ ഒരു രീതിക്കാണ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. നമ്മൾ ടൈലൻഡ് എടുക്കുക, ഈ 4 ഫിംഗറിലേക്ക് ഇടുക. പിന്നെ ഈ 2 ഫിംഗർ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ടൈറ്റിൽ ക്ലോസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് ലൂസിൽ ഈ ആണിനെ ഹോൾഡ് ചെയ്യുന്ന രീതിക്ക് ഇടുക. പിന്നെ ഈ മിഡിൽ ഫിംഗറിലും കൂടി ഈ ആണിങ്ങനെ വെച്ചിട്ട് പിന്നെ താഴേക്ക് ഇടുക. താഴേക്ക് ഇട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതായി യാണ് ഹോൾഡ് ചെയ്യേണ്ട ഒരു രീതിയായി. അതിന് നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഹൂക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യണമെന്നാണ്. ഹൂക്ക് എന്ന് വെച്ചാൽ ഒരു പണിയുമില്ല. ഇത് നമ്മൾ കട്ടിങ്, അതായത് നമ്മൾ തക്കാളി ഉള്ളിയെല്ലാം മുറിക്കുമ്പോൾ നമ്മൾ കത്തി എങ്ങനെയാണോ ഹോൾഡ് ചെയ്യുന്നത് ആ ഒരു രീതിക്കാണ് ഹോൾഡ് ചെയ്യുന്നത്. ആ ഒരു രീതിക്കാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. അപ്പം ഹൂക്കിൻ്റെ ഹോൾഡിങ് മനസ്സിലായി. ഇനി മനസ്സിലാക്കേണ്ടത് സ്ലിപ്പ് നോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്ലിപ്പ് നോട്ട്. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ
നമുക്ക് ബാക്കിയുള്ള ഈ ഹോൾഡിങ് എങ്ങനെ വർക്കിംഗ് ചെയ്യുന്നു, നമ്മൾ കൈ എങ്ങനെ മൂവ് ചെയ്യണം എന്നുള്ളത് അടുത്ത ഒരു സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം.